അന്നാബോണ്ട് RTV സിലിക്കോൺ സീലൻറ്റ്. അപ്പോഴിത് ഗ്രേ കളറാണ്. ഇതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 250°C ആണ്. അതായത് നമ്മൾക്ക് ഒരു -50 to 250°C വരെയുള്ള ഓപ്പറേറ്റ് ആകുന്ന മെഷീൻസിനും നമുക്ക് ആവശ്യമുള്ള ആ തരത്തിലുള്ള ടെമ്പറേച്ചറിൽ വർക്കാകുന്ന ഏതൊരു സ്ഥലത്തും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കളറ് ഗ്രേ ആണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ അന്നാബോണ്ട് 666T പറഞ്ഞായിരുന്നു. ഇത് ക്ലിയറാണ്, അതായത് ഇതിന് കളറില്ല, ട്രാൻസ്പെറൻറ്റ് കളറാണ്. അപ്പോൾ ഇതിൽ ഇവർ മാക്സിമം ടെമ്പറേച്ചർ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ അതിനേക്കാളും ഒരു 5 രൂപ കൂടുതലാണ്. എന്നാലും 65 ആണെങ്കിലും നമ്മൾക്ക് 65 രൂപയാണ് ഇതിൻ്റെ വില. 65 ആണെങ്കിലും നമുക്കൊരു 60 രൂപയ്ക്ക് കിട്ടും ഹാർഡ്വെയർ കടകളിൽ, അല്ലെങ്കിൽ മെക്കാനിക്ക്, അല്ലെങ്കിൽ ഈ ഹാർഡ്വെയർ നമ്മുടെ വർക്ക്ഷോപ്പ്, അതായത് വണ്ടികളുടെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് വണ്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. വണ്ടിയുടെ ഗ്യാസ്കറ്റുകളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞുള്ള എൻജിൻ കവർ, അതേപോലെ തന്നെ ഓയിൽ ഡ്രെയിൻ നട്ട്, ഇത് പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ കൺഫേം ആയിട്ട് അവിടെ ചെറിയ രീതിയിൽ ഓയിൽ ലീക്കേജ് ഒക്കെ വരും. പിന്നെ വണ്ടിയുടെ പാക്കിംഗ് ഒക്കെ മാറ്റുമ്പോൾ ചില വണ്ടികളുടെ പാക്കിംഗ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പഴയ ദൂരി എടുത്ത് അത് തന്നെ വെച്ചതിന് ശേഷം ഈ ഗ്യാസ്കറ്റും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് എൻജിനൊക്കെ ഫിറ്റ് ചെയ്യാറ്. ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലീക്കേജും മറ്റുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും, ഒരു പരിധി വരെയല്ല, പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് 25 ഗ്രാമാണ് ഇതിൻ്റെ ട്യൂബിൻ്റെ സൈസ്. 65 രൂപയാണ്, 60 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കളറ് തന്നെ, ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് 2 ആഴ്ചയായി. ഇത് ഇതുവരെ കട്ടയായിട്ടില്ല. പക്ഷേ ഇത് 2 ആഴ്ച വെച്ചപ്പോഴേക്കും അത് കട്ടയായിപ്പോയി. ഇതിൻ്റെ കളറ് ഗ്രേ കളറാണ്. ഈ ട്യൂബിൻ്റെ ഇതേ കളറാണ് ഇതിൻ്റെ ഉള്ളിലെ ജെല്ലിനുള്ളത്, അതായത് സിലിക്കോൺ റബ്ബറിനുള്ളത്. ഇതും പറഞ്ഞ രീതി, നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഒട്ടിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കരുത്. ഒട്ടിച്ചതിന് ശേഷം, അതായത് 2 പാർട്ടുകൾ ജോയിൻ ആയതിൻ്റെ ആ വിടവിലുള്ള സ്പേസിനെ വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിന് മെക്കാനിക്കലായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല. ഇതൊരു റബ്ബറാണ്, റബ്ബറൈസ്ഡ് സാധനമാണ്. അപ്പോൾ അതൊരു സീലൻറ്റ് പോലെ വർക്കാവും. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു 2 പാർട്ടുകൾ തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒട്ടൽ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഫെവിക്വിക്ക് അല്ലെങ്കിൽ അറാൾഡൈറ്റ് എന്നീ സാധനങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക്, അതേപോലെ തന്നെ വണ്ടികളൊക്കെ വീട്ടിൽ സ്വന്തമായിട്ട് പണിയുന്നുണ്ടെങ്കിൽ, ഓയിൽ ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഉപയോഗിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോഴിത് ആദ്യം പറഞ്ഞ പോലെ ഓൺലൈന് വാങ്ങിക്കാനൊന്നും നിൽക്കേണ്ട. കടകളിലൊക്കെ, എല്ലാ കടകളിലും, ഹാർഡ്വെയർ കടകളിൽ, അതേപോലെ തന്നെ മെക്കാനിക്കൽ ഐറ്റംസ് വിൽക്കുന്ന കടകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്.